APJ അബ്ദുൽ കലാമുമായി ബന്ധപ്പെട്ട് താഴെ പറയുന്ന പ്രസ്താവനകളിൽ തെറ്റായത് ഏതെല്ലാം? ഇദ്ദേഹം ഇന്ത്യയുടെ മിസൈൽ മാൻ എന്നറിയപ്പെടുന്നു. തമിഴ്നാട്ടിലെ കുംഭകോണത്താണ് ജനിച്ചത്. ഇദ്ദേഹം അഗ്നിസാക്ഷി എന്ന ഗ്രന്ഥം എഴുതി. ഇദ്ദേഹം ഇന്ത്യയുടെ 11ാമത്തെ രാഷ്ട്രപതിയായിരുന്നു. ഇതിൽ തമിഴ്നാട്ടിലെ കുംഭകോണത്താണ് ജനിച്ചത് എന്നും ഇദ്ദേഹം അഗ്നിസാക്ഷി എന്ന ഗ്രന്ഥം എഴുതി എന്നതും തെറ്റായ പ്രസ്താവനയാണ്. അപ്പോൾ 2ഉം 3ഉം ആണ് ശരിയായ ആൻസർ. ഡോക്ടർ APJ അബ്ദുൽ കലാമിനെ കുറിച്ച് ഒരു എക്സ്പ്ലനേഷൻ. ജനനം 1931 ഒക്ടോബർ 15. രാമേശ്വരം, തമിഴ്നാട്ടിലെ രാമേശ്വരത്താണ് ജനിച്ചത്. മരണം 2015 ജൂലൈ 27. മുഴുവൻ പേര് അബുൽ പക്കീർ ജൈനുലാബ്ദീൻ അബ്ദുൽ കലാം. രാഷ്ട്രപതിയാകുന്ന 11ാമത്തെ വ്യക്തി, 12ാമത്തെ രാഷ്ട്രപതിയാണ്. APJ അബ്ദുൽ കലാമിൻ്റെ ആത്മകഥ അഗ്നിച്ചിറകുകൾ, വിങ്സ് ഓഫ് ഫയർ. അബ്ദുൽ കലാം അവസാനമായി രചിച്ച പുസ്തകം അഡ്വാൻറ്റേജ് ഇന്ത്യ, ഫ്രം ചലഞ്ച് ടു ഓപ്പർച്യൂണിറ്റി. ശ്രീജൻ പാൽ സിംഗുമായി ചേർന്ന് എഴുതിയതാണ്. APJ അബ്ദുൽ കലാമിനെ ഏറ്റവും കൂടുതൽ സ്വാധീനിച്ച പുസ്തകം ലൈറ്റ് ഫ്രം മെനി ലാംപ്സ്, എഡിറ്റഡ് ബൈ ലിലിയൻ വാട്സൺ. APJയുടെ കവിതാ സമാഹാരം യനോദായ പ്രയാണ. APJയുടെ കവിതാ സമാഹാരം യനോദായ പ്രയാണ. മൈ ജേണി എന്ന പേരിൽ അദ്ദേഹം തന്നെ ഇത് ഇംഗ്ലീഷിലേക്ക് വിവർത്തനം ചെയ്തു. മൈ ജേണി എന്ന പേരിൽ അദ്ദേഹം തന്നെ ഇത് ഇംഗ്ലീഷിലേക്ക് വിവർത്തനം ചെയ്തു. മിസൈൽ മാൻ ഓഫ് ഇന്ത്യ APJ. മിസൈൽ വുമൺ ഓഫ് ഇന്ത്യ ടെസ്സി തോമസ്. റോക്കറ്റ് മാൻ ഓഫ് ഇന്ത്യ K. ശിവൻ. റോക്കറ്റ് വുമൺ ഓഫ് ഇന്ത്യ ഋതു കരിതൽ. APJ അബ്ദുൽ കലാമിനെ ഏറ്റവും കൂടുതൽ സ്വാധീനിച്ച പുസ്തകം ലൈറ്റ് ഫ്രം മെനി ലാംപ്സ്, എഡിറ്റഡ് ബൈ ലിലിയൻ വാട്സൺ. APJയുടെ കവിതാ സമാഹാരം യനുദായ പ്രയാണ. മൈ ജേണി എന്ന പേരിൽ അദ്ദേഹം തന്നെ ഇത് ഇംഗ്ലീഷിലേക്ക്. മിസൈൽ മാൻ ഓഫ് ഇന്ത്യ APJ. മിസൈൽ വുമൺ ഓഫ് ഇന്ത്യ ടെസ്സി തോമസ്. റോക്കറ്റ് മാൻ ഓഫ് ഇന്ത്യ K. ശിവൻ. റോക്കറ്റ് വുമൺ ഓഫ് ഇന്ത്യ ഋതു കരിതൽ. ജനനം 1931 ഒക്ടോബർ 15, രാമേശ്വരം, തമിഴ്നാട്. മരണം 2015 ജൂലൈ 27. മുഴുവൻ പേര് അബുൽ പക്കീർ ജൈനുലാബ്ദീൻ അബ്ദുൽ കലാം. രാഷ്ട്രപതിയാകുന്ന 11ാമത്തെ വ്യക്തി, 12ാമത്തെ. APJ അബ്ദുൽ കലാമിൻ്റെ ആത്മകഥ അഗ്നിച്ചിറകുകൾ, വിങ്സ് ഓഫ് ഫയർ. അബ്ദുൽ കലാം അവസാനമായി രചിച്ച പുസ്തകം അഡ്വാൻറ്റേജ് ഇന്ത്യ, ഫ്രം ചലഞ്ച് ടു ഓപ്പർച്യൂണിറ്റി.